ഹലോ സെൽ സൊല്യൂഷൻസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് കൂൾപാഡ് നോട്ട് 3യുടെ സ്പീക്കർ റിങ്ങർ വേസ് സ്പീക്കർ വർക്ക് ചെയ്യലാത്തത് ഏതൊക്കെ കമ്പോണൻസിൻ്റെ കാര്യങ്ങൾ കൊണ്ടുവരാം എന്നുള്ളതിനെ കുറിച്ചാണ്. വീഡിയോ ശ്രദ്ധിച്ച് കാണുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. ഈ സ്പീക്കറിൻ്റെ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം സ്പീക്കർ മാറ്റി നോക്കുക. എന്നിട്ട് ഇവിടെ രണ്ട് ഭാഗത്തും ഇവിടെ ക്ലാവ് പിടിച്ചിട്ടുണ്ടോയെന്ന് നോക്കണം നിങ്ങൾ. അങ്ങനെ എന്തെങ്കിലും ഫംഗസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ക്ലീൻ ചെയ്യുക. ക്ലീൻ ചെയ്ത് വെച്ച് പിന്നെ ഇതിനകത്ത് വരുന്നതെന്ന് പറഞ്ഞാൽ സ്പീക്കർ ഒട്ടും വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ രണ്ട് റെസിസ്റ്റൻസ്. ഈ രണ്ട് റെസിസ്റ്റൻസിൽ അതായത് ഈ പോയിൻറ്റിൻ്റെ ഈ ഗോൾഡൻ ഡോട്ടിൻ്റെ തൊട്ട് മുകളിൽ ഒരു കറുത്ത റെസിസ്റ്റൻസ്, പിന്നെ ഒരു കുഞ്ഞൻ കപ്പാസിറ്റർ, പിന്നെ ഒരു റെസിസ്റ്റർ. അങ്ങനെയാണ് ഈ രണ്ട് റെസിസ്റ്ററിലേക്കാണ് ഈ സൈഡിലെ റെസിസ്റ്ററിലേക്കും ഈ സൈഡിലെ റെസിസ്റ്ററിലേക്കുമാണ് പോകുന്നത്. അപ്പോൾ സ്പീക്കർ ഒട്ടും വർക്ക് ചെയ്യാതെ ഇവിടെ ഇതിൻ്റെ നടുക്കൊരു കപ്പാസിറ്റർ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, കുഞ്ഞൻ കപ്പാസിറ്റർ. ഇത് രണ്ടും കൂടെ ഫിൽറ്റർ ചെയ്യാനായിട്ട് വെച്ചേക്കുന്നതാണ്, രണ്ട് ലൈനും ഫിൽറ്റർ ചെയ്യാനായിട്ട്. അപ്പോൾ ആ കപ്പാസിറ്റർ ഷോർട്ടായി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സ്പീക്കറൊന്നും വരത്തില്ല. അപ്പോൾ നിങ്ങൾ സ്പീക്കർ വർക്ക് ചെയ്യാത്ത കംപ്ലൈൻറ്റിന് നടുക്കുള്ള കപ്പാസിറ്റർ ഒന്ന് റിമൂവ് ചെയ്ത് നോക്കണം. ആ കപ്പാസിറ്ററിൻ്റെ കുഴപ്പം കൊണ്ട് കംപ്ലൈൻറ്റ് വരാൻ സാധ്യതയുള്ളതാണ്. പിന്നെ ലൈൻ ബ്രേക്ക് ആണെന്നൊരു നിങ്ങൾ ഇങ്ങോട്ട് ഈ റെസിസ്റ്ററിൻ്റെ അങ്ങോട്ട് കൊടുത്താൽ മതി. ഈ രണ്ട് റെസിസ്റ്ററിൽ നിന്നാണ് രണ്ട് ലൈനുകളും പോകുന്നത്. ഇനിയിപ്പോൾ പറയാനുള്ളത് റിങ്ങറിൻ്റെ കംപ്ലൈൻ്റാണ്. റിങ്ങറിൻ്റെ കംപ്ലൈൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇങ്ങോട്ടാണ് റിങ്ങറിൻ്റെ കണക്ഷൻ വരുന്നത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ സ്ട്രിപ്പേ തന്നെ കയറുന്നുണ്ട്. അത് കയറുന്നത് ഇവിടെ രണ്ട് കോയിലുകൾ ഇരിപ്പുണ്ട്. ഈ കോയിലുകളിലേക്കാണ്. കോയിലിൻ്റെ ഈ സൈഡിലോ ഇപ്പുറത്തെ സൈഡിലോ കൊടുത്താൽ മതി. ഈ കോയിലുകളും സാധാരണ പോകാറുള്ളതാണ്. കോയിലുകൾ ബ്രേക്ക് ഉണ്ടോ എന്ന് നിങ്ങൾ മൾട്ടിമീറ്റർ വെച്ച് നോക്കുക. ഈ രണ്ട് കമ്പോണൻസ് നിങ്ങൾ ചെക്ക് ചെയ്യണം. റിങ്ങർ വർക്ക് ചെയ്യാതെ വന്നു കഴിഞ്ഞാൽ ആദ്യം റിങ്ങർ മാറി നോക്കണം, എന്നിട്ടാവണം ഈ കമ്പോണൻസ് ചെക്ക് ചെയ്യേണ്ടത്. ഇനി കണ്ടിന്യൂറ്റി കാണിക്കണം, രണ്ട് കമ്പോണൻസും കണ്ടിന്യൂറ്റി കാണിക്കണം. ഇല്ലെന്നൊരിയിൽ ഈ കോയിലൊക്കെ കംപ്ലൈൻ്റ് ആയിക്കഴിഞ്ഞാൽ ഇതെടുത്തേച്ചൊന്ന് രണ്ട് പോളും ഒന്ന് ഷോർട്ടായി കൊടുത്താൽ മതി. അപ്പോൾ കറണ്ട് ഫ്ലോ ആയിക്കോളും. അപ്പോൾ ഇതാണ്. അപ്പോൾ ഈ സ്ട്രിപ്പാണ് കംപ്ലൈൻറ്റ് വന്നത്. റിങ്ങർ മാത്രമേ വർക്ക് ചെയ്യാത്തതുള്ളൂ. ഈ സ്ട്രിപ്പിൻ്റെ കംപ്ലൈൻ്റ് ആണെന്നൊരിയിൽ നിങ്ങൾക്ക് ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊടുക്കാവുന്നതാണ്. ഇതിൽ ഈ ഡക്കൺ അഴിക്കുക. ഈ ഡക്കൺ അഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഈ ഐ സിയുടെ ഇതുണ്ട്, ഈ ഐ സിയുടെ ഈ മൂലയ്ക്ക് തൊട്ട് താഴെ രണ്ട് ബ്ലാക്ക് സ്പെയറുകൾ കാണാം. കണ്ടോ? ഈ വലിയ കപ്പാസിറ്ററിൻ്റെ തൊട്ടടുത്തുള്ള രണ്ട് സ്പെയറുകൾ. ഈ കപ്പാസിറ്ററിൻ്റെ ഇതല്ല, ഇതിൻ്റെ ചുവട്ടിലൊരു കപ്പാസിറ്റർ. ഇവിടെ രണ്ട് ബ്ലാക്ക് സ്പെയറുകളാണ്. അങ്ങോട്ടാണ് റിങ്ങറിൻ്റെ കണക്ഷൻ കയറുന്നത്. അപ്പോൾ അങ്ങോട്ട് നിങ്ങൾ ജമ്പർ എടുത്ത് കൊടുത്താലും മതി. അപ്പോൾ സ്ട്രിപ്പ് മാറേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം. അപ്പോൾ പുതിയ വീഡിയോകൾ ഇടുന്നതിൻ്റെ നോട്ടിഫിക്കേഷനായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് പുതിയ വീഡിയോകൾ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കത്തുള്ളൂ. അപ്പോൾ ഒരു പുത്തൻ കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം, ഗുഡ് ബൈ.